ഒരു വലിയ ജനതതി അങ്ങോട്ടേക്ക് എത്തുകയാണ്. തങ്ങളുടെ നേതാവിനെ, തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെ, നെഞ്ചോട് ചേർത്ത് വെച്ച നേതാവിനെ. അനുജ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് എന്നോടൊപ്പം ശ്രീ കെ സുരേഷ് കുമാർ ചേരുന്നുണ്ട്. നമുക്കറിയാം അദ്ദേഹവും വി എസും തമ്മിലുള്ള ബന്ധം, ഒരു ഔദ്യോഗിക ബന്ധത്തിനൊക്കെ അപ്പുറത്തേക്കുള്ള ബന്ധമൊക്കെ കേരളത്തിൽ എത്രയോ തവണ ചർച്ചയാവുകയും എത്രയോ തവണ അതിന്മേൽ വലിയ ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വി എസിനെ കണ്ടിട്ട് വരികയാണ് അല്ലേ ദർബാർ ഹാളിൽ. ഒരു പക്ഷേ താങ്കളുടെയൊക്കെ ഔദ്യോഗിക ജീവിതത്തിലും അതിനപ്പുറത്തേക്കുള്ള ഈ പൊതു സമൂഹവുമായി ബന്ധപ്പെട്ട ജീവിതത്തിലുമൊക്കെ അങ്ങേറ്റവും സ്വാധീനം ചെലുത്തിയ ഒരു ഭരണാധികാരിയും ഒരു നേതാവും ഒരു ലീഡറും ഒക്കെയാണല്ലോ വി എസ് അല്ലേ? ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടല്ലോ, അതെങ്ങനെ താങ്കൾ ഓർക്കുന്നു? വളരെ എന്താ പറയുന്ന ഒരു ഒരു ബ്യൂറോക്രാറ്റിൻ്റെ പണി പൊളിറ്റീഷ്യൻ ഇവിടെ വർക്ക് ചെയ്യുക. അതിൽ വളരെ സർപ്രൈസിംഗ്ലി വളരെ എന്താ പറയുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് ഉള്ളൊരു മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഭരണപരമായ യാതൊരു എക്സ്പീരിയൻസും ഇല്ല, പഞ്ചായത്തിൽ പോലും വർക്ക് ചെയ്തില്ല. ബട്ട് സ്റ്റിൽ അത് ആ ഒരു ക്ലാരിറ്റി ഓഫ് തോട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ, ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനുള്ള ഒരു റിഗറൊക്കെ ഇൻസിസ്റ്റ് ചെയ്യുന്ന വളരെ നല്ലൊരു ഇതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻകൗണ്ടർ ചെയ്ത പൊളിറ്റീഷ്യൻസിൽ നിന്ന് എല്ലാം ഡിഫറെൻ്റ് ആയിരുന്നു. ഏത് നിലയിൽ ആ വ്യത്യാസം താങ്കൾ കാണുന്നത്? ഒന്ന്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെയാണ്. അതായത് ഇത് ഇപ്പം നമ്മൾ ലോട്ടറി എടുത്താൽ അതിലെ അഴിമതിയും അതിനകത്തുള്ള വെട്ടിപ്പും തട്ടിപ്പും ഒരു വശത്ത്, പക്ഷേ അതിനകത്ത് ആത്മഹത്യ ചെയ്ത ചുമട്ട് തൊഴിലാളികളുടെ കുടുംബങ്ങൾ അവരെങ്ങനെ അടിമപ്പെടുന്നു, എങ്ങനെ നമുക്ക് 2 ചാക്ക് നിറയെ ലോട്ടറി ഒരു വീട്ടിൽ സൂക്ഷിക്കുകയും ഭാര്യയും ഭർത്താവും മക്കളും ആത്മഹത്യ ചെയ്യുകയും ചെയ്ത കഥയല്ല, അത് താങ്കൾ അത് പറഞ്ഞിട്ടുണ്ട്. വി എസിനോട് അത് വി എസിന്റെ അടുത്ത് പോയി പറഞ്ഞ് അത് ബോധ്യപ്പെടുത്തി അല്ലേ താങ്കൾ? അതെ, അത് പറയുമ്പോൾ വി എസ് ശരിക്കും ഇങ്ങനെ ഗദ്ഗതം നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് വി എസ് അങ്ങനെ ഇമോഷണലായിട്ട് കാണുന്നത്. എന്നെ വിളിപ്പിച്ചത് എങ്ങനെയാണ് ഈ സാധാരണക്കാരൻ ഇതിൽ അടിമപ്പെടുന്നത്, അപ്പോൾ അത് ഞാനത് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴേ പുള്ളി, കാരണം ഏതാണ്ട് 140 ആത്മഹത്യയാണ് 3 മാസം കൊണ്ട് കേരളത്തിലുണ്ടാവുന്നത്. പിന്നെ ഇത് ടിപ്പിക്കൽ വി എസിൻ്റെ ഫൈറ്റാണ്. ഇന്നും ആ ലോട്ടറികൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെങ്ങും ഇല്ല. ഓൺലൈൻ ലോട്ടറി അന്നത്തെ ആണി തന്നെയാണ്. ദാറ്റ്സ് ദ വേ ഹി വർക്ക്സ്. ഞാൻ പറയായിരുന്നു, ഇപ്പോൾ നെൽവയൽ തണ്ണീർത്തട നിയമം നമ്മുടെ അവശേഷിക്കുന്ന പാടങ്ങളെയും നീർത്തടങ്ങളെയും സംരക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു നിയമമുണ്ട്. അതുപോലെയാണ് ഈ ലോട്ടറിയുടെ കാര്യത്തിലും വി എസ് നടത്തിയ ഇടപെടൽ അല്ലേ? ഭൂമിയുടെ കാര്യത്തിൽ ഇതുവരെ ആരും എടുക്കാത്ത ഒരു വിഷയമായിരുന്നു ഭൂമിയുടെ രാഷ്ട്രീയം. മൂന്നാറിൽ വരുമ്പോഴേക്ക് അത് ഒരു കേരളത്തിൻ്റെ, പിന്നീട് വി എസ് ആ കാലത്തിന് ശേഷം എന്നും ഭൂമി ഒരു സജീവ ചർച്ചാ വിഷയമാക്കി മാറ്റാൻ അത് കഴിഞ്ഞിട്ടുണ്ട്, ഉറപ്പായും അല്ലേ? തീർച്ചയായിട്ടും. അത് ഒരു യഥാർത്ഥത്തിലൊരു സുരേഷ് കുമാറുമായി സംസാരിക്കുകയായിരുന്നു എസ് വിജയകുമാർ. നമുക്കറിയാം, മൂന്നാർ ദൗത്യത്തിന് ചുക്കാൻ പിടിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അത് വി എസ് അച്യുതാനന്ദൻ അന്ന് പറഞ്ഞ വാചകങ്ങളൊക്കെ അതൊക്കെ ഇപ്പോഴും നമ്മളുടെ ഓർമ്മകളിലുണ്ട്. പൂച്ച കറുത്തതോ വെളുത്തതോ എന്നുള്ളതല്ല, എലിയെ പിടിക്കുന്നുണ്ട്, ചെറിയ എലിയെ കൂടി പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നൊക്കെയുള്ള വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, മൂന്നാർ ദൗത്യം അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരു പ്രധാനപ്പെട്ട ഏട് തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. അതിൽ സുപ്രധാനമായി നേതൃത്വം നൽകിയ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് സുരേഷ് കുമാർ. അദ്ദേഹം അനുസ്മരിക്കുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ.